ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു മന്തി റെസിപ്പിയാണ്. ഈ മന്തി ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ബിരിയാണി റൈസില്ലേ, ബസ്മതി റൈസ്, അതിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് ഏതെടുത്താലും നല്ല ക്വാളിറ്റിയുള്ള റൈസ് തന്നെ എടുക്കാൻ നോക്കാം. മന്തി റൈസ് ആയാലും ബസ്മതി റൈസ് ആയാലും ഒക്കെ. അതിപ്പോൾ നമ്മൾ മലബാർ ബിരിയാണി ആയാലും ഇപ്പോൾ മന്തി ആയാലും അരി നല്ലതാണെങ്കിൽ നമുക്ക് അടിപൊളി ബിരിയാണിയും മന്തിയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള അരി തന്നെ വാങ്ങാൻ നോക്കാം. മട്ടൺ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മസാലപ്പൊടിയായിട്ട് മന്തി മസാലപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ കുരുമുളക്, സാജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, ഉള്ളി, കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളക് എടുക്കുക. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട്. ആദ്യമൊന്ന് റൈസ് കുക്ക് ചെയ്യാനുള്ള വെള്ളം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ വെള്ളം നിറയെ എടുക്കുക. എന്നിട്ട് അതിലോട്ട് സാജീരകം, ഗ്രാമ്പു, പട്ട, ഏലക്ക, കുറച്ച് ഉള്ളി, ഉപ്പ്, പിന്നെ കുറച്ചധികം ഓയിൽ, പിന്നെ ഞാനൊരു മട്ടൻ്റെ ഫാറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയാണ് കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലേ. പിന്നെ ഓയിലൊക്കെ കുറച്ചധികം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി മട്ടണിലോട്ടായിട്ട് നമുക്ക് ക്യാപ്സിക്കം, ഉള്ളി, ബാക്കി വരുന്ന മസാലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി കഴുകി വെച്ച നല്ല ഫാറ്റുള്ള മട്ടൺ തന്നെ എടുക്കാൻ നോക്കണേ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിൽ സ്റ്റോക്കൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല നെയ്യുള്ള മട്ടണല്ലേ, അപ്പോൾ ഈ ഒരു ഇതന്നെ മതി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മട്ടൺ ആയതുകൊണ്ട് അടിക്ക് പിടിക്കേണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതാ വെള്ളത്തിൽ ഉപ്പിടാൻ മറന്നിട്ടുണ്ട്. പിന്നെ ഡ്രൈ ലെമണും ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ബസ്മതി റൈസാണ് കേട്ടോ. അപ്പോൾ 20 മിനിറ്റോളം ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വെള്ളം ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിരുന്നേ. ആ ഒരു ഫാറ്റ് ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ കുറച്ചധികം ഞാൻ തിളപ്പിച്ചിരുന്നേ. അപ്പോൾ ഇതാ റൈസ് ഞാൻ ഫുൾ കുക്കാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുക്കണേ. ഇനിതാ മട്ടന് കുക്കായിട്ടുണ്ട്. അപ്പോൾ മട്ടൻ ഒരു 10-11 വിസിലൊക്കെ ഉണ്ടായിരുന്നേ, അത്രയും വേവുണ്ടായിരുന്നു മട്ടന്. അപ്പോൾ അത് ആദ്യം ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് റൈസ് ഇട്ട് കൊടുക്കുക. നമ്മൾ ബിരിയാണി ദം ചെയ്യുന്ന പോലെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി വരുന്ന മസാലയും കൂടി അതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി വന്ന റൈസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് കളറ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കളറ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരു കാണാനൊരു ഭംഗിക്ക് മാത്രം. അപ്പോൾ നിർബന്ധമൊന്നുമില്ലേ. പിന്നെ കളർ ചേർത്തതിനെ കാണാനൊരു രസം അത്രയേ ഉള്ളൂ. പിന്നെ ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ യെല്ലോ കളറും പിന്നെ റെഡ് കളറും ഇതാ കുറച്ച് ആക്കി കൊടുക്കുന്നുണ്ട്, കുറച്ച് മാത്രമേ ആക്കി കൊടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ പിസ്തയും പിന്നെ കിസ്മിസും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പിസ്തയും കിസ്മിസും നമുക്ക് മന്തി കഴിക്കുമ്പോൾ ഇടയ്ക്ക് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്, ബിരിയാണിയിലൊക്കെ ചെയ്യുന്ന പോലെ. അപ്പോൾ ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്ത് നോക്കണേ. പിന്നെ ഇതാ ഇതിൻ്റെ സൈഡായിട്ട് ഞാൻ ഉള്ളി, തക്കാളി, പച്ചമുളക്, കുറച്ച് വിനെഗർ, ഉപ്പൊക്കെ ചേർത്തിട്ട് കൈകൊണ്ട് നല്ല നാരടി എടുക്കുന്നുണ്ട്. നല്ലൊരു സാലഡാണ്. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് സാലഡും കൂടിയാണ് ഇത്. പിന്നെ മന്തി ചട്നിയും കൂടി ആക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു 15 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ചിട്ടേ ഉള്ളൂ, ഫ്ലെയിമൊന്നും ഓണാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ആ ഒരു ചൂടിൽ തന്നെ മാത്രം അങ്ങനെ വെച്ചിട്ടുള്ളേ. അപ്പോൾ ഫുൾ കുക്കായ റൈസ് അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് സെർവ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു മന്തിയായിരുന്നേ. ഞാൻ പറഞ്ഞ പോലെ നല്ല റൈസ് തന്നെ എടുത്ത് മന്തി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നല്ല അടിപൊളി മന്തി നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.